എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഞാൻ എത്രമാത്രം വണ്ടീനെ സ്നേഹിച്ചു. അപ്പോൾ വണ്ടി നമ്മൾ അതുപോലെ തന്നെ കൂടെ നിന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ FFG സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും ലോങ് ചേസ് ആക്കിയിട്ട് ബോഡി ചെറുതാക്കി. ഇതൊരു കൈ താങ്ങിക്കോട്ടെ. ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട്. പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് ലെഫ്റ്റ് ചവിട്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി പാർട്ടാണ് കേട്ടോ. നമ്മൾ രണ്ടാം മലയിൽ രാത്രി സ്റ്റേ അടിച്ചതിന് ശേഷം രാവിലെ ഉറങ്ങി എണീച്ചപ്പോൾ കാണുന്ന വ്യൂ ആണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടാ. ഞങ്ങൾ താമസിച്ച ടെന്റുകള്, ഞങ്ങൾ താമസിച്ച ഗ്രാമം നിൽക്കുന്ന സ്ഥലം കണ്ടാ അയ്യേ, ഫുള്ള് കോഴയാട്ടാ. അയ്യേ, ഞങ്ങളുടെ ഗ്രാമങ്ങള് എന്തല്ലേ. തലേ ദിവസം രാത്രി തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഇരുട്ട് തന്നെ അങ്ങനെ നമുക്കൊന്നും മനസ്സിലായിണ്ടായിരുന്നില്ല. ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു പുക പോലെ തോന്നിയിരുന്നു തലേ ദിവസം. രാവിലെ എണീച്ചപ്പോഴാണ് ഫുള്ള് മഞ്ഞായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുന്നിന്റെ മുകളില് ആ ഒരു പീക്കില്ലേ, ആ പീക്കിൽ നമ്മൾ നിൽക്കുന്നു. ലെഫ്റ്റും റൈറ്റും ഒക്കെ സ്ലോപ്പാണ്. അതിൽ ഈ മഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്യും നമ്മളെ മൂന്ന് പുറത്തും. 360 ഡിഗ്രിയിൽ മഞ്ഞ. നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആ ഒരു പീക്കിലിരിക്കുന്നു. മൊത്തം മഞ്ഞ്, ലെഫ്റ്റും റൈറ്റും മേലെയും താഴെയൊക്കെ ആയിട്ട്. മോസ്റ്റ് ഓഫ് എസ് ടെന്റ് തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. 1-2 പേര് മാത്രമാണ് ജീപ്പിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൽ നമ്മുടെ ജിപ്സം ബ്രോ ബൊലേറോന്റെ മുകളിൽ കാരിയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഞാനും നമ്മുടെ ബൊലേറോയിൽ ഇപ്പോൾ അത് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഇതുപോലെ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ ഫ്ലോർ ലെവലായിരിക്കില്ല. അപ്പോൾ നമ്മൾ ടെന്റ് സെറ്റ് ചെയ്യാൻ കുറേ സമയം പിടിക്കും. മാത്രമല്ല നമുക്ക് കിടക്കാൻ തീരെ കംഫർട്ട് ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര മഴയൊക്കെ പെയ്ത് ചേറും ചെളിയൊക്കെ ആയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. വണ്ടിയുടെ മുകളിലാണെങ്കിൽ ഈ വക യാതൊരു പ്രശ്നമല്ല. നമുക്ക് സുഖമായിട്ട് ടെന്റ് പെട്ടെന്ന് സെറ്റ് ചെയ്തിട്ട് കിടക്കാൻ പറ്റും. നമുക്കൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഫീൽ ചെയ്യും. ഈവൻ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ബുഷ് നല്ല പാമ്പോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ചെറിയ മൃഗങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുകളിലാണെങ്കിൽ പെട്ടെന്ന് കയറി ആർക്കും നമ്മൾ ഹിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മുടെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മലയുടെ മുകളിൽ നിന്ന് സൺറൈസ് കാണുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മുടെ ഈ വണ്ടി ലോ ഗിയർ സ്ലിപ്പ് ഉണ്ടായിട്ട് പോലും ഗിവ് അപ്പ് ചെയ്യാണ്ട് എന്നെ ഈ സ്ഥലം വരെ എത്തിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. ഞാൻ എത്രമാത്രം വണ്ടീനെ സ്നേഹിച്ചു. അപ്പോൾ വണ്ടി നമ്മൾ അതുപോലെ തന്നെ കൂടെ നിന്നു എന്നുള്ളതാണ്. കാരണം ഒരിക്കലും സെക്കൻഡ് ഗിയർ സ്ലിപ്പ് ഒന്ന് വെച്ചിട്ട് ഇതുപോലത്തെ സ്ഥലത്തൊരു വണ്ടിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്രയും റിസ്ക് ആണ്. എന്തെങ്കിലും ആക്സിഡൻസ് ആവാം, അല്ലെങ്കിൽ അതുപോലെ സീരിയസ് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും എനിക്കൊന്നും ഉണ്ടായില്ല. ഇടയ്ക്ക് ബാക്ക് പോലും പിടിച്ച് കിട്ടിയിരുന്നു. അങ്ങനെ നമ്മുടെ ടീമുകളൊക്കെ പതുക്കെ എണീച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ പരിപാടിയും ഫുഡ് പരിപാടിയും ആയിരുന്നു. മെമ്മറീസ് ആണല്ലോ എല്ലാം. ഒരുപാട് ഫോട്ടോസ് എടുത്തു. അവിടുത്തെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. ഫുള്ള് കുന്നുകളായിരുന്നു കേട്ടോ. കുന്നും മലകളുടെ ഇടയിലത്തെ ഒരു
പാട്ടിലാണ് നമ്മളുണ്ടായിരുന്നത്. ഇന്നലത്തെ ഫുഡിൻ്റെ ലെഫ്റ്റ് ഓവർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് വീണ്ടും ഒന്ന് ചൂടാക്കി വരട്ടിയിട്ടാണ് കഴിച്ചത്. നമ്മുടെ ജോലി കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സായിട്ട് ഒരു ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു ഡിന്നറിന് പോവാച്ചാൽ നമുക്ക് എന്തോരം സന്തോഷമായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു കുന്നിൻ്റെ മുകളിൽ നമ്മുടെ ഫുൾ ടീമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അയ്യോ രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിത് കൂടുതൽ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലത്തെ ട്രിപ്പ്. പിന്നെ നമ്മുടെ FFJയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അത് ആ മലയുടെ മുകളിൽ വെച്ച് ഒട്ടിക്കുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായില്ല. ആ സ്റ്റിക്കർ നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. കാരണം ഈ കണ്ട ഗ്രൂപ്പ്സും ഈ കണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് പരിചയപ്പെടുത്തുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ ലേബിൾ എൻ്റെ വണ്ടിയിൽ ഒട്ടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ 3-ാം മല കയറാനുള്ള ഒരുക്കുമാനങ്ങൾ തുടങ്ങിയിട്ടോ. നമ്മുടെ വണ്ടിക്ക് ഗിയർ സ്ലിപ്പ് ഇഷ്യൂ ഉള്ള കാരണം പിന്നെ വെറുതെ റിസ്ക് എടുക്കണമെന്ന് വെച്ചു. ഞാൻ നമ്മുടെ വിജയേട്ടൻ്റെ വണ്ടിയിലാണ് പോയത്. അങ്ങനെ ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി. ശ്രേയാസ് ബ്രോ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് വണ്ടി എടുത്തത്. ആ ഒരു സെറ്റപ്പുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളും ഒറ്റ ടേക്കിൽ തന്നെ വണ്ടി 3-ാമത്തെ മലയ്ക്ക് കയറ്റി. എല്ലാവരും അങ്ങനെ ബാക്ക് ടു ബാക്ക് കയറി. റൈറ്റ് ഈ റൈറ്റ് ചേർന്ന് വരേ. റൈറ്റ് കുറച്ചുകൂടി അന്നാണ് പടം. അല്ല ഇത് പോട്ടെ. വിനോബ്രോ ഇത് ചേർത്താ ടയറിനോട് കിട്ടില്ലേ? ഇത് ചേർത്താ പറഞ്ഞു ഇവിടെ ചേർക്കുന്നത് ബ്രോ അപ്പൊ ആ ടയർ കിട്ടും.
ആ സൈഡ് ഇങ്ങോട്ട് അങ്ങനെ നമ്മളെല്ലാവരും മൂന്നുമലയുടെ മുകളിലെത്തി. വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നാലുമല എന്തായാലും ഒന്ന് നടന്ന് കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊക്കെ മുകളിലേക്ക് നടന്നു പോന്നു. നല്ല രസമായിരുന്നു, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി കൊണ്ടുവരുന്നെന്ന്. ഓരോരുത്തർക്കും ഓരോ കൺസേണുള്ള കാരണം പിന്നെ ശരി നെക്സ്റ്റ് ടൈം നമ്മൾ പ്ലാൻ ചെയ്ത് വരാമെന്ന് വെച്ചു. ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഇതേ ടീമായിട്ട് നാലുമലയ്ക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മേലെയൊക്കെ നടന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. പിന്നെ അധികം വൈകിക്കാണ്ട് നമ്മൾ നാലുമല ഇറങ്ങി പോരുക ചെയ്തത്. ഈ വീഡിയോ കണ്ട് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കുറേ വേസ്റ്റ് പല സ്ഥലത്തും ഇട്ടത്. പക്ഷെ ഞങ്ങളുടെ ടീമിലെ എല്ലാവരും ആ വേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചാക്കിൽ കെട്ടി നമ്മുടെ കൂടെ തന്നെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡിസ്പോസ് ചെയ്യാണ് ചെയ്തത്. നമ്മൾ അവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ നമ്മൾ മേക്ക് ഷുവർ ചെയ്തു നമ്മുടെ ഒരു ഗാർബേജും അവിടെ എവിടെയും വിട്ടിട്ടില്ല എന്നുള്ളത്. നിങ്ങളും പോകുമ്പോൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ നമ്മുടെ ജിപ്സം ബ്രോ ഒന്ന് ഡീസൽ പമ്പ് ചെയ്ത് തന്നു. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു അബ്നോർമൽ സൗണ്ട് വന്നിരുന്നു കേട്ടോ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ എന്താ നോക്കിയ സമയത്ത് സൈലൻസറിൻ്റെ പാക്കിങ് പോയിട്ടുണ്ടായിരുന്നു. സൈലൻസിൻ്റെ അടി തട്ടിയിട്ട് എഞ്ചിന് സൈലൻസറിലേക്ക് കണക്റ്റ് ആവുന്ന ആ സീലിംഗ് ഉണ്ടല്ലോ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴി സ്മോക്ക് പുറത്തേക്ക് വരിക. അപ്പോൾ ഒരു ടെർബോ കൈൻഡ് ഓഫ് ഒരു സൗണ്ട് ആയിരുന്നു വണ്ടിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഓക്കെ ആയതിനു ശേഷം നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടു. പിന്നെയാണ് ചലഞ്ചിങ് പാർട്ട്. നമ്മുടെ വണ്ടിയുടെ ഗിയർ സ്ലിപ്പ് ഇഷ്യൂ വെച്ചിട്ട് അതിനെ ഇറക്കി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. ശരിക്കും ഒരു നൈറ്റ് മെയർ ആയിരുന്നു. കാരണം എങ്ങനെയൊക്കെയൊക്കെയാണ് ഞാൻ ഇറക്കിയത്. വിശ്വസിച്ച് 4x4 എൻഗേജ് ഇറക്കി വരാനും പറ്റില്ല. ക്ലച്ചും ബ്രേക്കും വെച്ചിട്ട് ഇറക്കില്ല, അതും റിസ്ക് ആണ്. ബട്ട് സം ഹൗ വി മാനേജ് ടു ബ്രിങ് ഹിം ഡൗൺ. വരുന്ന വഴിക്ക് ഒരേ ഒരു ഇൻസിഡന്റ് മാത്രം ഉണ്ടായി. ഒന്ന് കയ്യിൽ നിന്ന് പോയി എഡ്ജിൽ പോയി നിന്നു വണ്ടി. അതിനുശേഷം പിന്നെ ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടിയിട്ടാണ് വണ്ടി ടോട്ടലായിട്ട് ഇറക്കിയത് താഴ്ത്തിക്കിട്ടാണ്. ഇതൊരു കൈ ഞാൻ പറയുന്നത് പറയുന്ന സമയത്ത്
സ്ട്രൈറ്റ്. ഇനി സ്റ്റേ റൈറ്റ് റൈറ്റ്. ഒരു പൊട്ടി റൈറ്റ്, ഒരു പൊട്ടി റൈറ്റ്. ലെഫ്റ്റ് 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 ചവിട്ട്. ചവിട്ട്. ഞാൻ ക്ലച്ചും ബ്രേക്കും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ നാലുമല ഇറങ്ങിയത്. കാരണം ആദ്യത്തെ കുറച്ച് ദൂരം മാത്രമാണ് 4x4 ഇട്ട് വന്നത്. ഒരിക്കൽ സ്ലിപ്പായപ്പോൾ പിന്നെ എനിക്ക് സത്യത്തിൽ പേടിയായി. കാരണം വിചാരിക്കാതെ സ്ലിപ്പായി കഴിഞ്ഞാൽ നമുക്ക് തീരെ കൺട്രോൾ കിട്ടില്ല. നമുക്കത് അറിയാം, ഇതെന്തായാലും ഈ ലെവലിലാണ് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു ലെവലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സോ ഞാൻ ത്രൂ ഔട്ട് ക്ലച്ചും ബ്രേക്കും മാത്രം വെച്ചാണ് ഇറങ്ങിയത്. അത് 4x4 കിടക്കേണ്ടിരുന്ന ഗിയർ, പക്ഷേ ക്ലച്ചും ബ്രേക്കിലും അങ്ങനെ പതുക്കെയാണ് ഇറക്കിയത്. അധികം ചേരുന്നുണ്ട് നോക്കിട്ടോ. ക്ലച്ചിന് കാലെടുക്കാനേ വണ്ടി പോവാണേ. അറിയില്ലേ പറഞ്ഞേ പോയി ക്ലച്ച് ബ്രേക്കിൽ അഡ്ജസ്റ്റ് ഇറങ്ങണേ. നാലുമലയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ലാസ്റ്റ് ഒരു വളവുണ്ട്, ഭയങ്കര ഡേഞ്ചർ വളവാണ് അത്. ഒരുവിധം വണ്ടിയൊക്കെ അവിടെ മറയാന്ന് വക്കത്തേക്ക് എത്തും. അപ്പം നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ വണ്ടിക്ക് കംപ്ലീറ്റ്ലി 4x4 ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം എല്ലാവരും ടെൻസ്ഡ് ആയിരുന്നു. ആ ഒരു സ്ഥലം കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആ ടേണിങ് കഴിഞ്ഞ് ഇറങ്ങിട്ടോ. അതോടുകൂടി നമ്മൾ നാലുമലയുടെ താഴത്തെത്തി. റൈറ്റ് 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 പഠിക്കാൻ പറ്റുണ്ടാവില്ല മിക്കവാറും.
അയ്യോ ലാസ്റ്റ് വണ്ടി ജിപ്സം ബ്രോൻ്റെ ആയിരുന്നു. ആളിറങ്ങിയതോടുകൂടി എല്ലാവരും താഴ്ത്തേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഗ്രൗണ്ടിൽ ഒന്ന് അസംബിൾ ചെയ്തു. എല്ലാവരും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ബൈ ബൈ പറഞ്ഞ് പിരിയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് 4 മണിക്ക് പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളും ഒരു ടീമിലൂടെ പോയപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ ബൊലേറോയിൽ പോയ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ആദ്യം ശബരിമലയ്ക്ക് പോയി. ശബരിമലയിൽ നിന്ന് പിന്നെ തെങ്കാശിയിൽ നിന്ന് മേഘമല, കൊടൈക്കനാൽ, പോണ്ടി, പഴനി വഴി എൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്തത്. ശബരിമലയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആദ്യം കയറിയത് തെങ്കാശിയാണ്. തെങ്കാശിയിൽ നിന്ന് കുറേ ഗ്രാമങ്ങളുണ്ട് അവിടെ. ആണ്ടിപ്പട്ടി, ഉസ്ലംപട്ടി, അങ്ങനെ പറഞ്ഞിട്ട് ചിന്നാറ്. അപ്പോൾ അതുകൂടിയൊക്കെ പോയപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ വില്ലേജിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്നെപ്പോലെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടും. ഈ രീതിയിൽ ട്രാവൽ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. ചില ഡെസ്റ്റിനേഷൻ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യൂ. അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.